ഇല്ല ആ ശരി ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേപ്പർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടേ ആ അപ്പോൾ ഒരു 10,000 ഒരു സ്ലിപ്പ് ഞാൻ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആ പിന്നെ ഒരു 6 ലക്ഷം കൂടി വരുമ്പോഴേ അക്കൗണ്ടിലേക്ക് വരും മറ്റേ അടുത്ത കഴിഞ്ഞ മാസത്തിനത് ആ 8 ലക്ഷത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു കയറ്റി കഴിഞ്ഞാലേ ആ ശരി ശരി അപ്പോൾ ഞാൻ വിളിക്കാം കമ്പനിക്ക് മറ്റന്നാൾ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 6,000 പേപ്പർ പിന്നെ ഒരു 75,000 പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ശരി 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 ഓക്കെ ആ അപ്പോൾ ഞാൻ വിളിക്കാം ഓക്കെ എന്താണ് ബീർക്ക് എന്ന് ബീർക്ക ഞാൻ വന്നിട്ട് 1.5 മാസമായില്ലേ 1.5 മാസം അത് ശരി കാണാറേ നിന്നല്ലേ കാണാൻ കിട്ടാത്ത ഞാനൊന്നും പറയണ്ട ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് അല്ലേ സുധീ ആ വേറെ എന്താണ് വിശേഷമൊക്കെ വേറെ എന്ത് വിശേഷം അങ്ങനെ പോണു എന്താണ് ബഷീറെ ലക്ഷങ്ങളുടെ ബിസിനസ്സുകാരിയൊക്കെ പറയണ്ടല്ലോ ഇല്ലടാ ഞാനിപ്പോ ഈ ഓൺലൈനിന്റെ സംരംഭത്തിലാണല്ലോ ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് അപ്പൊ അതിന്റെ ഈ ലാഭവിഹിതത്തിന്റെ കണക്കൊക്കെ പറഞ്ഞാണ് പറയണ്ടാന്ന് കാശിന്റെ കണക്കുകൾ കുറെ കാര്യങ്ങളൊക്കെ ഞാനാണ് അതിന്റെ ഏറ്റേക്കണത് കുറച്ച് നാളായല്ലേ അതിന്റെ പിന്നില് അപ്പൊ അതാണ് ആകെ ക്ഷീണിച്ചല്ല അതേ ഉണ്ടാക്കിയാൽ മാത്രം പോരെ ഇടക്കൊക്കെ എന്തെങ്കിലും ഉള്ളിലേക്ക് ചെല്ലണോട്ടാ അല്ല ബഷീറെ പുതിയ കാറൊക്കെ മേടിക്കാൻ പോകുന്നത് പറയാനായിട്ടല്ലോ ആ നോക്കി വെച്ചിട്ടുണ്ടോ വാങ്ങുമ്പോ ചെറുത് വാങ്ങിട്ട് കാര്യമില്ലല്ലോ വീരുക നല്ല സെറ്റപ്പ് ഉള്ളതിനെ വാങ്ങണ്ടേ അല്ലാണ്ട് വെറുതെ വെയിന് വാങ്ങിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന സൈസിൽ അയക്കണം നമ്മളേതായ ഒരു അന്തസ്സം ഉണ്ടല്ലോ അതിന് ആ അവിടെ വാങ്ങലോടാ സുധി എന്താണ് സുധി പണിയൊന്നുമില്ല ഇപ്പോ ബഷീറെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ ബംഗാളികളോടല്ലേ കോൺട്രാക്ടർമാർക്ക് പ്രിയം ഓ അപ്പൊ ജീവിതം കഷ്ടപ്പാടായിരിക്കുമല്ലോ അല്ലേ കഷ്ടപ്പാട് തന്നെ അതെ ഇപ്പൊ ഈ കാലത്തിലൊക്കെ പണിയിലൊക്കെ ജീവിക്കാനൊരു പാടല്ലേ ആ ഹലോ ആ ആ ആ അതെ ഞാൻ പോരാം ശരി ഓക്കെ അപ്പൊ ബിരുക്ക കാണുന്നല്ലേ കേട്ടാ സുധി ശരി എന്നാലും അല്ലടാ ഇവനെന്താണ് ഇപ്പൊ പണി അല്ലാതെ തള്ളു കേട്ടിട്ട് തള്ളന്റെ പേരുക്ക ഫേസ്ബുക്കിലൊക്കെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട് എപ്പോൾ നോക്കിയാലും ടൂറാണ് ഓൺലൈനിൽ എന്തോ ബിസിനസ് ഒക്കെ എന്ന് പറയുന്നത് എന്തായാലും രക്ഷപ്പെട്ടുണ്ടാവും പേരാ നടന്ന ആളല്ലേ ഇങ്ങനെ കയ്യില്ലേ അല്ലടാ എന്താണ് പരിപാടി എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഒന്നും പേരുക്ക ഓൺലൈൻ പരിപാടിനെ ഓൺലൈൻ പരിപാടിയല്ലേ എല്ലായിടത്തും ആയല്ലേ ആ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഞാൻ രക്ഷപ്പെട്ടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടയിൽ വാങ്ങിക്കാം അല്ലേ വീടുക ഇടുവാന്ന് രണ്ടാളും ഇല്ല ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു അല്ല ഇന്നലെ പോണ്ടായിരുന്നല്ലോ ഫാമിലി ഒക്കെ ആയിട്ട് അവിടെ പോയാണ് അതെ ഒരു കല്യാണം ഉണ്ടായടാ എവിടെ അളിയന്റെ തറവാട്ടിലേ രണ്ടാമത്തെ അളിയന്റെ അല്ലേ ഓ എന്താണ് പരിപാടി വൈകിട്ട് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഉറപ്പിച്ചിട്ടില്ല എവിടെ എവിടെയെങ്കിലും പോകണം അല്ലേ പിന്നെ ഈ കാലാവസ്ഥ ഇങ്ങനെ നിക്കണേ മഴയൊക്കെ അപ്പൊ അത് കാരണം ഇങ്ങനെ നിക്കണ പോണോ കൊണ്ട് വെച്ച് നിക്കണ് ഹലോ ആ ബാങ്കിലേക്കല്ലേ 18 ലക്ഷത്തിൻ്റെ അല്ലേ ആ ആ ആ പിന്നെ ഒരു 6 ലക്ഷത്തിൻ്റെ ഒരു ഇത് വന്നിരുന്നു പറഞ്ഞല്ലോ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നു ആ ആ എറണാകുളത്ത് എവിടെയാണ് ഒരു കാര്യം ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സപ്പ് ഉണ്ടെന്നാൽ എനിക്ക് മണിക്കൂർ ഞാനതിൻ്റെ കാര്യങ്ങൾ അവന്റെ ഒക്കെ ഒരു യോഗല്ലേ വീരുക്ക പറയാനുണ്ടാ ഒന്നാമത് അവന്റെ നാക്കൊക്കെ ആ സൈസാണ് വീണു പോകും കേട്ടാ മതി ആ അവന്റെ ഒക്കെ യോഗം അല്ലടാ സുധി നമ്മളെ അതി കൂട്ടുമെന്ന് ചോദിക്കടാ ആദ്യം ചെലവൊന്നുമില്ലെങ്കിൽ നമുക്കും കൂടാതെ അതന്നെ പക്ഷേ അതിന്റെ പണികളൊന്നും നമുക്കറിയില്ല എന്തൊക്കെ പണികളെന്ന് ആർക്കറിയാം എന്തായാലും ചോദിച്ചു നോക്കാം വൈകിട്ടാണ് നമുക്ക് ചോദിച്ചു അവനോടെ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ
വീഴ്ക്കാൻ നമുക്ക് നടന്നാൽ മതിയാ. ആ ഞാൻ ഇന്നെ വിളിക്കാൻ വരികയായിരുന്നു. ആദ്യം വൈകണ്ട വീഴ്ക്ക, നമുക്ക് ആദ്യം മുതൽ കേൾക്കണ്ടേ, നല്ല എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അന്നൊരു കാര്യം ചെയ്യും, വാ വാ നമുക്ക് പോകാം. ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ലട്ടാ, നല്ല കിറുകിറുക്കിയായിട്ട് തന്നെ അവർ പറഞ്ഞു. അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇപ്പൊ നമ്മളെ വലിയൊരു കോടീശ്വരന്മാരായിരിക്കും. ഇനിയിപ്പോ അടുത്ത മാസം കണ്ട് ഒരു മീറ്റിംഗ് പറഞ്ഞല്ല, അടുത്ത മാസം 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണേ കേട്ടാ. അത് എറണാകുളത്തായിരിക്കുള്ളൂ, എറണാകുളത്തെ കൊല്ലത്തായിരിക്കും മീറ്റിംഗ്. അപ്പൊ അതിനെന്തായാലും നമുക്കൊന്ന് പോയിട്ട് അത് ജോയിൻ ചെയ്യാം. എന്തായാലും ഇപ്പൊ തന്നെ കണ്ടുപോകാൻ ഷെയർ ഉണ്ടോ വന്നേക്കണെന്ന് പറയണത്. ഞങ്ങളുടെ കാര്യം വിടരുതിട്ടാ, ഞങ്ങൾ രണ്ടാളും. ഇല്ല, നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഉണ്ടാവും എന്തായാലും, അതിലുണ്ടാവും, പേടിക്കണ്ട. അതാ അത് മതി. അപ്പോ എന്തായാലും എന്തായാലും ഞങ്ങൾക്ക് വിശ്വാസമല്ല. എടാ സുധി, നീ എന്താണ്ട് ഒന്നും ഉണ്ടായിരിക്കണേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? എടാ ലക്ഷങ്ങളാണ് കുടി കുടിച്ചത്, ഒരേ ഉടായ്പി പോയി ചാടി എല്ലാം പോയി. ഇനിയിപ്പോൾ എന്ത് പറയും? കുടുംബത്താണെങ്കിൽ കയറാൻ പറ്റണില്ല. നിന്നെപ്പോലൊരു ചെറിയ ഷെയർ ചേർന്നാൽ മതിയായിരുന്നു, എന്നാലും ഇത്ര പോകില്ലായിരുന്നു. കെട്ടിയ പോലെ ആകേണ്ട താലിമാലയും വിറ്റ് ശ്രീശക്തിയിൽ നിന്ന് കിട്ടിയതും കൊടുത്ത്, അതും പോരാഞ്ഞിട്ട് മോളുടെ കാതിലില്ലാതെ ഒരു പൊട്ട് കമ്മലുണ്ടായിരുന്നു, അതുകൂടി കൂടി തികച്ച അവന് കൊടുത്തത്. അവന് പണ്ടാറങ്ങിയത്. അപ്പം എല്ലാം പോയില്ലേ. ഇനിയിപ്പം നശിച്ച ഏത് സമയത്തിനാവും നമുക്ക് ആ ബുദ്ധി തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റിയും കൂടി ചായയും കുടിച്ച് ചോറും തിന്നു, ഇത് മാത്രം നമുക്ക് മെച്ചം. ഇനിയിപ്പോൾ നമ്മൾ ആരോടാണ് ഇതിനെപ്പറ്റി ചോദിക്കണത്? ആരാണുള്ളത്? ആ കള്ളനാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ ആന്ന് എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്, ചത്ത് കളയാൻ തോന്നുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്. നമ്മ ചത്തിട്ട് എന്താണ്ട കാര്യം? നമ്മളെ വീട്ടിലുള്ളവർക്ക് തന്നെ ദുരിതം, അവൻ രക്ഷപ്പെട്ട് അവന് സുഖം. നമുക്കൊരു കാര്യം ചെയ്താലും നമ്മുടെ കയ്യിലുള്ള പേപ്പറൊക്കെ കൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലോ? ഇവിടെ നീതി നിയമൊക്കെ ഉണ്ടല്ല, അതാ ഫസ്റ്റ് വീട്ടിൽ വന്നേ. ഇനി ഇതൊക്കെ നടക്കുള്ളൂടാ, ഇതാ ശരിയാവുള്ളൂ.